അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്ലാം. നമ്മുടെ ഇപ്പൊ ആർക്കൊക്കെയാണ് നമുക്ക് ഇവിടെ അപേക്ഷിക്കാൻ പറ്റുക? ഏതൊക്കെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ പറ്റുക? അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഹിഫ്ദിലേക്ക് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 4ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകും. ഉം. അപ്പൊ 5ാം ക്ലാസ്സിൽ അവർ ഹിഫ്ദ് തുടങ്ങിയാൽ 5, 6, 7 ഏകദേശം 3 വർഷം കൊണ്ട് അവർ ഹിഫ്ദ് ഏകദേശം പൂർത്തിയാവും. അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 7 കഴിഞ്ഞ് ഹിഫ്ദ് കഴിയലോടുകൂടി നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് നമ്മുടെ ശരീഅത്ത് കോളേജിലേക്ക് നേരെ അവരെ ഡൈവേർട്ട് ചെയ്യാം. അപ്പൊ പിന്നെ അവർ 8ാം ക്ലാസ്സും പിന്നെ 8 മുതൽ 8, 9, 10, 11, 12 +2 വരെ അവർ നമ്മുടെ തർബീയത്തിൽ തന്നെ ആ ഖുർആൻ പഠിച്ച ഖുർആൻ നിലനിർത്തലോടൊപ്പം തന്നെ ശരീഅത്തും പരിപൂർണമായി സാധാരണ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഭംഗിയായും കൂടുതലായിട്ടും ക്വാളിറ്റിയോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടാതെ അതോടൊപ്പം തന്നെ ഫിഖ്, ഹദീസ്, തസവുഫ്, സർഫ്, നഹ്വ്, ഇസ്ലാമികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എല്ലാവരും കൊടുക്കും. അതായത് നല്ല ഭൗതിക വിദ്യാഭ്യാസം. അത് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ അത്യാവശ്യം പിന്നെ ഡിസൈനിങ്ങും അതെല്ലാം ചെയ്യാനുള്ള ഒരു ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട്. പ്രസംഗിക്കാൻ, ക്ലാസ് എടുക്കാനൊക്കെ ഈ കഴിഞ്ഞ റമദാനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോ ഈ ഉസ്താദ് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പറഞ്ഞല്ലോ, പിന്നെ ഏത് ക്ലാസ്സിലാണ് ഈ ഹിഫ്ദിന്റെ അഡ്മിഷൻ ഉണ്ടാവുക? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എടുക്കുന്ന പറഞ്ഞാൽ 8ാം ക്ലാസ് മുതലാണ്. അതായത് 7ാം ക്ലാസ് സ്കൂള് കഴിഞ്ഞ കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതൽ 8, 9, 10 3 വർഷം കൊണ്ട് അവർ ഹിഫ്ദ് പൂർത്തിയാവും. ആ സമയത്ത് സ്കൂൾ കുറച്ച് പിന്നെ കുറഞ്ഞ രീതിയിൽ ആഴ്ച 2 പ്രാവശ്യം പിന്നെ 2 ദിവസം ട്യൂഷൻ കൊടുക്കുക ചെയ്യുക. ഹിഫ്ദിനാണ് ഇമ്പോർട്ടന്റ് കൂടുതൽ കൊടുക്കുക. ഹിഫ്ദ് കഴിഞ്ഞതിന് ശേഷം പിന്നെ SLC എഴുതിച്ച് പിന്നെ 10, 11, 12 അങ്ങനെ ഇവിടെ ശരീഅത്ത് പഠിക്കാം. ഈ ശരീഅത്ത് മാത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏതൊക്കെ ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ? അങ്ങനെ വഴിയുണ്ട്. ഇപ്പോൾ ഹിഫ്ദ് വേണ്ടാന്നുള്ള കുട്ടികളാണെങ്കിൽ 8ാം ക്ലാസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7ാം ക്ലാസ് സ്കൂൾ പാസ്സായ കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ ഇവിടെ ചേർക്കും. 8ാം ക്ലാസ്സിൽ ശരീഅത്തും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്ത് 8, 9, 10, 11, 12 5 വർഷത്തെ കോഴ്സ്. പിന്നെ SSLC കഴിഞ്ഞ കുട്ടികൾക്ക് ഉണ്ട്. SLC കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ 3 വർഷത്തെ കോഴ്സാണ്. തഖിയ്യ ബിരുദം കൊടുക്കുന്ന 3 വർഷത്തെ കോഴ്സ്, +1, +2. പിന്നെ അതോടൊപ്പം തന്നെ അതിന് ശേഷം 1 വർഷത്തെ തഖസ്സുസിന്റെ കോഴ്സാണ്. അതിൽ കൂടുതൽ കിതാബിന് ഇമ്പോർട്ടന്റ് നൽകിയിട്ട് ഡിഗ്രി വേണമെങ്കിൽ അവർക്ക് ആ സമയത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റീസ് പറഞ്ഞല്ലോ, പിന്നെ ഒരു നല്ല ദീനി ചിട്ടയുള്ള മതബോധമുള്ള ആളുകളാക്കുക എന്നുള്ളത്. മതബോധം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും ഒരു പിന്നെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചമഞ്ഞൊരുങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ സമയത്താണ്. ഇനി എങ്ങനെ പഠിച്ച കുട്ടികളാണെങ്കിലും ഏത് ബിരുദെടുത്ത കുട്ടികൾ, മതബിരുദെടുത്ത കുട്ടികളാണെങ്കിൽ പോലും കല്യാണത്തിന് ഇപ്പൊ പൊതുവേ നമ്മൾ പുട്ടിയും അതുപോലെ തന്നെ ഐലൈനറും ചമയങ്ങളും ഇല്ലാണ്ട് എങ്ങനെയാ മംഗലം കഴിക്കുവാന്ന് ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ നമ്മളെ കുട്ടികൾ ഇപ്പൊ അടുത്തായിട്ട് തന്നെ പല കുട്ടികളുടെയും വിവാഹം നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞു. ആ കല്യാണത്തിന്റെ അന്ന് പോലും അവർ പരിപൂർണമായി നിക്കാബിട്ട്, ഹിജാബ് എന്നുള്ള വെറും തട്ടം ചുറ്റലല്ല, നിക്കാബിട്ട് കയ്യൊറയിട്ട് നല്ല ആ രൂപത്തിൽ കല്യാണം കഴിക്കാം എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് മാതൃകാപരമായിട്ട് നമ്മുടെ കുട്ടികൾ കല്യാണം കഴിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 20 അഡ്മിഷൻ കിട്ടുമായിരിക്കും ഇപ്രാവശ്യം. 20ഓളം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം എന്നാണ്. ഇപ്പൊ തന്നെ ഏകദേശം 10-12 കുട്ടികൾ ഇങ്ങനെ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഏതായാലും കുട്ടികൾ കൂടുതൽ സീറ്റ് ഉണ്ടാവുക. കുറച്ച് കുട്ടികൾ എടുക്കില്ല. നമ്മൾ ഒരുപാട് എണ്ണം അധികരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ക്വാളിറ്റി ഉള്ള. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴത്തെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കാം.